ഹായ്, വെൽക്കം ബാക്ക് ടു മേഘാസ് കിച്ചൺ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ കൊണ്ടൊരു തോരനാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോയാബീനാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം എത്ര ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ സോയാബീൻ ആണെങ്കിൽ 2 കഷ്ണമായിട്ട് മുറിച്ചാൽ മതിയാവും. ഇത് കുറച്ച് വലിയ സോയാബീൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവോള, കറിവേപ്പില, പിന്നെ തേങ്ങ. അപ്പം തേങ്ങ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയോട് ഒന്നിച്ചിട്ടിട്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ ഒരു സവോള, അത്യാവശ്യം വലിപ്പമുള്ള സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എടുക്കണം. ഇനി ഇത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാന് ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു നുള്ള് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടെ ഇട്ട് കൊടുക്കണം. സവോള ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പം ഈ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സോയാബീനും ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നാലേ സോയാബീനിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്ന ആ ഒരു ടൈമിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സോയാബീൻ വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഒരു പകുതി വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും കൂടെയുള്ള മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയും ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കണക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്